കേരളത്തിന് ഇപ്പോഴത്തെ സ്ഥിതി വരവ് ചിലവ് കണക്ക് പരിശോധിക്കുമ്പോഴാണ് ഇത്രയധികം കടബാധ്യതയിലേക്ക് എത്തിച്ചേരുന്നത്. ഇതനുസരിച്ചുകൊണ്ട് ഇത് മനസ്സിലാക്കി തന്നെയാണ് കടമെടുപ്പ് പരിധിയും മറ്റുമൊക്കെ തീരുമാനിക്കുന്നത്. സംസ്ഥാന സർക്കാരിന്റെ സാമ്പത്തിക അവസ്ഥയെ കാണിക്കുന്ന സൂചകങ്ങളെന്ന് പറയുന്നത് കടം, GDP അനുപാതം, റവന്യൂ കമ്മി, ധനക്കമ്മി എന്നിവ വളരെ മോശമായി മുന്നോട്ട് പോകുന്ന ഒരു സാധ്യതയാണ്. 2022-23 കാലയളവിലാണ് ഇത് വളരെ മോശകരമായ രീതിയിലേക്ക് പോയത്. കടമെന്ന് പറയുന്നത് 39% മാറുകയും ചെയ്തു. ഇതേ കാലയളവിൽ GSTയിലൂടെ സംസ്ഥാനം പ്രതീക്ഷിച്ചതിൻ്റെ 63% മാത്രമേ വരുമാനം നേടിയെടുത്തിട്ടുള്ളൂ. ഇതൊക്കെ തന്നെ വലിയ ഗുരുതര പ്രതിസന്ധിയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഇതോടൊപ്പം സ്റ്റാമ്പ് ഡ്യൂട്ടി, വിൽപ്പന നികുതി, എക്സൈസ് ഡ്യൂട്ടി എന്നിവയിൽ ഉൾപ്പെടെയുള്ള വരുമാനം കാര്യമായി തന്നെ കുറഞ്ഞിരിക്കുന്നു. അത് വർദ്ധിപ്പിക്കാനായി കഴിഞ്ഞിട്ടില്ല. ഇതൊക്കെ തന്നെ ധനസ്ഥിതിയെ വളരെ പ്രതികൂലമായി ബാധിച്ചു എന്നുള്ളത് സത്യമാണ്. അപ്പോഴാണ് കിഫ്ബിയും കേരള സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ലിമിറ്റഡും വഴിയുള്ള കടമെടുപ്പ് സംസ്ഥാന സർക്കാർ മുന്നോട്ട് നീങ്ങുന്നത്. ഇത് രണ്ടിൽ നിന്നും കടമെടുത്ത് മറ്റ് ക്ഷേമ പെൻഷനും ശമ്പളവും ഒക്കെ തന്നെ കൊടുത്തു തീർത്താണ് തട്ടിയും മുട്ടിയും ഒക്കെ മുന്നോട്ട് പോകുന്നത്. പക്ഷേ ഇത് ബഡ്ജറ്റിന് പുറത്തുള്ള കടമെടുപ്പാണ് എന്നാണ് സംസ്ഥാന സർക്കാർ വാദിച്ചത്. പക്ഷേ ഇതങ്ങനെയല്ല. സർക്കാരിൻ്റെ ബാധ്യത കൂട്ടുന്നു എന്ന് തന്നെയാണ് CAG റിപ്പോർട്ട് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി പുറത്തു വന്നതിലൂടെ മനസ്സിലാക്കാനായി സാധിക്കുന്നത്. ആഭ്യന്തര വരുമാനത്തിൻ്റെ 3% മാത്രമാണ് സംസ്ഥാന സർക്കാരിന് കടമെടുക്കാൻ കഴിയുന്നത്. സർക്കാരിൻ്റെ വരുമാനവും കടമെടുക്കുന്ന തുകയും കൊണ്ട് ഭരണ ചെലവുകൾക്കും അത്യാവശ്യ വികസന പ്രവർത്തനങ്ങളും മാത്രമേ നടപ്പിലാക്കി മുന്നോട്ട് പോകാനായി കഴിയൂ. ഈ സാഹചര്യത്തിലാണ് ബജറ്റിന് പുറത്തെ കടമെടുപ്പിന് ഒന്നാം പിണറായി സർക്കാർ കിഫ്ബിയെ കൊണ്ടുവന്നത്, അവതരിപ്പിച്ചത്. കിഫ്ബിയിലൂടെ പല രീതിയിൽ കടമെടുത്ത് മുന്നോട്ട് പോകാമെന്നുള്ള ഒരു തന്ത്രം അത് മെനയുകയായിരുന്നു. അന്നത്തെ ധനമന്ത്രിയായ തോമസ് ഐസക്കിൻ്റെ ബുദ്ധി തന്നെയാണ് എന്നുള്ള കാര്യം സംശയം ഏതു നിലയില്ലാതെ പറയാവുന്ന ഒരു വിഷയമാണ്. എന്നാൽ കിഫ്ബിയുടെ കടങ്ങളെല്ലാം തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ കടമായി കണക്കാക്കാനായി ഇപ്പോൾ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചു. അപ്പോഴാണ് ഗുരുതരമായൊരു പ്രതിസന്ധിയിലേക്ക് രണ്ടാം പിണറായി സർക്കാർ കൂപ്പുകുത്തി വീണിരിക്കുന്നതും സംസ്ഥാന സർക്കാർ ഇപ്പോൾ പ്രതിസന്ധിയിൽ ഉഴലുന്നത്. കേന്ദ്രത്തിനടുത്ത് പോയി സമരം ചെയ്യേണ്ട ഒരു സാധ്യത. ജന്തർ മന്ദറിലൊക്കെ പ്രതിഷേധം സംഘടിപ്പിച്ചത് നമ്മൾ ഏവരും കണ്ടതാണ്. അതിന് പിന്നാലെയാണ് ഇങ്ങനെയൊരു റിപ്പോർട്ട് പുറത്തു വന്നത് വളരെ തിരിച്ചടിയായി തന്നെ സംസ്ഥാനത്തെ ബാധിക്കുന്നത്. കിഫ്ബി വായ്പകളെന്ന് പറയുന്നത് സംസ്ഥാന സർക്കാരിൻ്റെ ബജറ്റ് കടമെടുക്കലല്ലെന്നും അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടിയിട്ടുള്ള ഏജൻസി പ്രവർത്തനത്തിൻ്റെ ഭാഗമായി മാത്രമാണ് കടമെടുപ്പ് നടത്തുന്നതെന്നുമായിരുന്നു സർക്കാർ നൽകിയ വിശദീകരണം. കിഫ്ബിക്ക് സ്വന്തമായി വരുമാനമില്ലാത്ത ഒരു സാഹചര്യമുണ്ട്. അത് ഏവർക്കും അറിയാവുന്നതാണ്. അതുകൊണ്ട് എല്ലാ വർഷവും സർക്കാർ ബജറ്റിലൂടെ സ്വന്തം വരുമാനം മാറ്റി കിഫ്ബിയിലൂടെ ഒരു കടബാധ്യത തീർക്കുന്നത് കൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ സർക്കാരിൻ്റെ വിശദീകരണം സ്വീകാര്യമല്ല എന്നുള്ള കാര്യം CAG നിയമസഭയിൽ നൽകിയിരിക്കുന്ന റിപ്പോർട്ടിൽ എടുത്തു പറയുന്നു. അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾക്ക് വേണ്ടി സംസ്ഥാന സർക്കാർ ബജറ്റിന് പുറത്ത് വായ്പയെടുക്കുന്നു. കിഫ്ബിയുടെയും കേരള സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ലിമിറ്റഡിൻ്റെയും ബജറ്റിന് പുറത്തുള്ള കടം വാങ്ങൽ ബജറ്റിൽ വെളിപ്പെടുത്തിയിട്ടില്ല. കിഫ്ബി കടം വാങ്ങിയ തുകയുടെ കുടിശ്ശിക 13,066 കോടി രൂപയും കേരള സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ലിമിറ്റഡിൻ്റേതാകട്ടെ ഇതിനടുത്ത് തന്നെ ഏകദേശം 11,206 കോടി രൂപയുമാണ്. ഇങ്ങനെ രണ്ടു കൂടി ചേർത്ത് വായിച്ചാൽ തന്നെ ഏകദേശം 24,000 കോടി രൂപ കടമെടുത്ത് നിൽക്കുന്നു. ഇവർ എടുക്കുന്ന വായ്പകളുടെ മുതലും പലിശയും തിരിച്ചടയ്ക്കാനുള്ള ഉത്തരവാദിത്തം സംസ്ഥാന സർക്കാരിന് മാത്രം. ഈ ഘട്ടത്തിലാണ് ഇത് സർക്കാരിൻ്റെ ബാധ്യതയാണ് എന്നുള്ളത് പറയേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുതയായി മാറുന്നത്. കിഫ്ബി എടുക്കുന്ന വായ്പകൾ സംസ്ഥാന സർക്കാരിൻ്റെ നേരിട്ടുള്ള വായ്പകളായതുകൊണ്ട് തന്നെ അവ സംസ്ഥാനത്തിൻ്റെ ബജറ്റിന് പുറത്തുള്ള വായ്പകളായിട്ടാണ് വിലയിരുത്തിയത്. സംസ്ഥാന സർക്കാർ പെട്രോളിയം സെസ്സും 50% മോട്ടോർ വാഹന നികുതിയും കിഫ്ബിയുടെ തിരിച്ചടവിന് വേണ്ടി മാത്രം മാറ്റിവെക്കുകയാണ്. ഇത് രണ്ടും ജനങ്ങളെ പിഴിഞ്ഞു തന്നെയാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. പെട്രോളിയം സെസ് എന്ന് പറയുമ്പോൾ സാധാരണ ജനങ്ങളിലൂടെ കിട്ടുന്ന നികുതി പണം, അടുത്തത് മോട്ടോർ വാഹന നികുതി എന്ന് പറയുമ്പോൾ പല രീതിയിലായി ക്യാമറ ഉൾപ്പെടെയുള്ള നീക്കങ്ങളിലൂടെ MVD പല രീതിയിലുള്ള പിഴത്തുക ചുമത്തുന്നുണ്ട്. ഇതൊക്കെ തന്നെ ജനങ്ങളിൽ നിന്നും പിഴിഞ്ഞു തന്നെയാണ് ഈ നീക്കങ്ങൾ നടത്തുന്നത് എന്നുള്ളത് വളരെ വ്യക്തമായിട്ടുള്ളതാണ്. കൂടാതെ വിവിധ സ്രോതസ്സുകളിൽ നിന്നായി കിഫ്ബി 7,762.78 കോടി രൂപയുടെ വായ്പ എടുത്തു എന്ന് റിപ്പോർട്ടിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. വരുമാനം ഉറപ്പിക്കുന്ന പദ്ധതികൾക്ക് കിഫ്ബി ഒന്ന് തുടക്കമിട്ട് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇതുവരെയും പൂർത്തീകരിച്ചിട്ടില്ല, മുന്നോട്ട് നീങ്ങുകയാണ്. സംസ്ഥാന സർക്കാരിൻ്റെ കൂടി സഹായത്തിലാണ് ഇപ്പോഴും പല വായ്പകളും തിരിച്ചടച്ച് മുന്നോട്ട് പോകുന്നത്. മികച്ച പ്രൊഫഷണലിസം, ഗുണനിലവാരം ഇതൊക്കെ തന്നെയാണ് ഈ പദ്ധതികൾ പൂർത്തിയാക്കുന്ന കിഫ്ബിയുടെ കെൽപ്പ്. അങ്ങനെയുള്ള വലിയൊരു ഏജൻസിയായി തന്നെയാണ് കിഫ്ബിയെ സംസ്ഥാന സർക്കാർ വിലയിരുത്തുന്നത്. എന്നാൽ ഒരു ചോദ്യം മാത്രമാണ് ഇവിടെ അവശേഷിക്കുന്നത്. അങ്ങനെയുള്ള ഒരു നിലവാരത്തിലേക്ക് പൊതുമരാമത്ത് വകുപ്പിനെയോ അല്ലെങ്കിൽ മറ്റ് സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിളുകളെയോ ഒന്നും തന്നെ കൊണ്ടുവരാൻ ഇതുവരെയും നമ്മുടെ സംസ്ഥാന സർക്കാർ ശ്രമിച്ചില്ല എന്നുള്ളത് വലിയൊരു പിഴവ് തന്നെയാണ്. എന്തുകൊണ്ട് ചെയ്യുന്നില്ല എന്നുള്ളതും ഏവർക്കും അറിയാവുന്നതാണ്.